ഇത് ഒരേക്കർ സ്ഥലമുള്ള ഒരു കർഷകനാണ്. കർഷകന്റെ ഒരേക്കർ കംപ്ലീറ്റും ഉണങ്ങിപ്പോയിരിക്കുകയാണ്. പഴയ കാലത്ത് കരിമ്പ് വെട്ടി പോട്ട കൂട്ടിയിട്ടിരിക്കുന്ന പോലാണ് ഈ തോട്ടം കിടക്കുന്നത്. ഇതൊരു നാടിന്റെ വിലാപമാണ്. കർഷകൻ ഈ നാടിന്റെ നട്ടെല്ല് എന്ന് നാം പലപ്പോഴും വാഴ്ത്തിപ്പറയുമ്പോൾ കാലാവസ്ഥ വ്യതിയാനത്താലും കൃമികീടങ്ങളാലും അവന്റെ അന്നന്നത്തെ അന്നത്തെ തല്ലിക്കെടുത്തുമ്പോൾ, അവന്റെ പ്രതീക്ഷകൾക്ക് തകർച്ച സംഭവിക്കുമ്പോൾ ആരുമില്ല. ഒറ്റയ്ക്ക് തനിയെ നഷ്ടത്തിന്റെ പടുകുഴികളിൽ പതിക്കുന്നു. ഒരു നാടിന്റെ നട്ടെല്ല് കർഷകരാണ്. അവരുടെ പ്രതീക്ഷകൾ മങ്ങിയാലോ? മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കടുത്ത വരൾച്ചയാണ് നമ്മുടെ നാട് നേരിടുന്നത്. കരിഞ്ഞുണങ്ങിയ ഏലക്കാടുകൾ, കുരുമുളക് തോട്ടങ്ങൾ, ക്ഷീരകർഷകരുടെ പ്രതീക്ഷകളും തകർന്നിരിക്കുകയാണ്. വറ്റിവരണ്ട ജലാശയങ്ങൾ, കുഴൽക്കിണറുകൾ, കുളങ്ങൾ, കുടിവെള്ള സ്രോതസ്സുകൾ പോലും അടഞ്ഞിരിക്കുന്നു. കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന 10,000-കണക്കിന് തൊഴിലാളികളുടെ അന്നമാണ് ഈ വരൾച്ചയിൽ നഷ്ടമായിരിക്കുന്നത്. നമസ്കാരം. ഞാൻ ചക്കുവടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. കടുത്ത വേനലിനെ തുടർന്ന് ചക്കുവടം ഗ്രാമപഞ്ചായത്തിലെ ജല സ്രോതസ്സുകളെല്ലാം വറ്റുകയും വൻപിച്ച കൃഷിനാശം ഉണ്ടാകുകയും കുടിവെള്ളം അടക്കമുള്ള ജലസ്രോതസ്സുകൾ വറ്റുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ചക്കുവടം ഗ്രാമപഞ്ചായത്തിനെ ദുരന്ത നിവാരണ പട്ടികയിൽപ്പെടുത്തണമെന്ന് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറോട് ആവശ്യപ്പെടുവാൻ തീരുമാനിച്ചു. ഞാൻ വണ്ടമ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിയാണ്. ഞാൻ ഇതുപോലെ ഒരു വാർത്ത ഇന്നിടുവാനുള്ള സാഹചര്യം, നമുക്കറിയാം, 4-5 മാസക്കാലമായി നമ്മുടെ ഹൈറേഞ്ച് മേഖലയിൽ മഴ ലഭിക്കാത്തതുകൊണ്ട് വളരെയധികം നമ്മുടെ സാധാരണപ്പെട്ട ജനം, കർഷകര് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൃഷി മേഖലകൾ മൊത്തം തകർന്നു. വണ്ടമ്പടി പഞ്ചായത്തിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ഏലകൃഷി ചെയ്യുന്ന ഒരു പഞ്ചായത്താണ്. കാർഷിക മേഖലകളും തോട്ടമേഖലകളും എല്ലാം തകർന്നതിൽ 70% കൃഷികളെല്ലാം നശിച്ചു പോയിരിക്കുകയാണ്. അതിലൊക്കെ ഉപരിയായിട്ട് കുടിവെള്ളം ലഭിക്കാതെ ജനം ഓരോ ദിവസവും നെപ്പോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഡെയിലി നിരന്തരം പഞ്ചായത്തുമായി ഞാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവരും വിളിക്കുന്നു. വാർഡിലെ മെമ്പർമാരെല്ലാം ശരിക്കും ജനങ്ങളുടെ ഒരു ഫോൺ പോലും എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് കുടിവെള്ളം നമ്മൾ കഴിഞ്ഞ ഫെബ്രുവരി മാസം മുതൽ കൊടുക്കാൻ തുടങ്ങിയതാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ രൂക്ഷമായിട്ട് കുടിവെള്ളം ക്ഷാമമുള്ള ഒരു പഞ്ചായത്ത് എന്ന് പറയുന്നത് ജില്ലയിലെ ഒരു പഞ്ചായത്ത് വണ്ടമ്പടി പഞ്ചായത്താണ്. വണ്ടമ്പടി പഞ്ചായത്തിൽ നമുക്ക് എല്ലാ വാർഡുകളിലും ശരിക്കും വിവിധ തരത്തിലുള്ള കുടിവെള്ള പദ്ധതികളുണ്ട്. കുഴക്കിണറുണ്ട്, കുളങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാം തന്നെ ഫെബ്രുവരി മാസത്തിൽ വറ്റിപ്പോകുന്ന സാഹചര്യമാണ്. അപ്പം നമുക്ക് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന മാനദണ്ഡപ്രകാരം നമ്മൾ കുടിവെള്ളം ഇറക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. എന്നാൽ നമുക്ക് മാർച്ച് മാസം சார் மழை இல்லாம இப்படி வாடி போயிருக்கு. செடியெல்லாம் பாருங்க சார், பூரா வாடி போச்சு. மழை இல்ல, வேலையும் இல்ல. நாங்க என்ன செய்யறதுன்னே தெரியல. பிள்ளை குட்டியுமா பசி பட்டினியுமா கிடக்குறோம். வேலை இருந்தாலும் பசி இருக்கா போடலாம், வேலையும் இல்ல, ஒண்ணும் இல்ல. சாப்பாடுக்கு என்ன சார் செய்ய முடியும்? இப்படி மழை இல்லாம இருந்தா நாங்க என்ன சார் செய்ய முடியும்? அதுக்கு ஏதாவது இருந்து நீங்க கவர்மெண்ட் இருந்து எங்களுக்கு ஏதாவது உதவி செய்யுங்க. நாங்க என்ன செய்யறது? பிள்ளை குட்டி எல்லாம் வாடுது. நாங்களும் எத்தனை இப்படியே இருக்க முடியும் பட்னியாவும்? ഞാൻ ചിത്ര കൃഷ്ണൻകുട്ടി, വണ്ടമ്മയുടെ കടമം ഗ്രോവേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റാണ്. നമ്മുടെ ഏലം മേഖല മുഴുവൻ നശിച്ചു. ഇനി നശിക്കാനായിട്ട് യാതൊന്നുമില്ല. എല്ലാം വെള്ളം വറ്റി, കിണറുകൾ വറ്റി, ഡാം വറ്റി. ഒരുപാട് ആൾക്കാർ കുഴൽക്കിണറുകൾ പോലും ഒരുപാട് കാശ് മുടക്കി അടിക്കുന്നുണ്ട്. അതിലൊന്നും പ്രയോജനമില്ല. ചുരുക്കം പറഞ്ഞാൽ നമുക്ക് വെള്ളമില്ല. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വണ്ടമ്മയുടെ ചക്കുവള്ളം, കരുണാപുരം, ഇരട്ടയാർ, കുമളി, ഉപ്പുതറ മുഴുവൻ പഞ്ചായത്തുകളിലും പേരെടുത്ത് പറയാനായിട്ടില്ല, തോപ്രാംകുടി, അങ്ങനെയുള്ള എല്ലാ ഏരിയയിലും ഏലം മേഖല മൊത്തം നശിച്ചുപോയി. ഇതിൽ നമുക്ക് വരാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് ക്രോപ്പ് കിട്ടാതെയും ആദായം കിട്ടാതെയും വരുന്നു. അതുകൂടാതെ ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കാനായിട്ട് ഒരു ഏലത്തോട്ടക്കാരെ കൊണ്ട് സാധിക്കാതെ വരുന്നു. അത് നഷ്ടം വരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ഇതൊരു ഒരു വലിയ കഷ്ടകാലമാണ് ഈ വർഷം ഏലത്തിന്. അതുകൊണ്ട് വേണ്ടപ്പെട്ട അധികാരികളും മറ്റുള്ള ആൾക്കാരും ഇത് എത്രയും പെട്ടെന്ന് ശ്രദ്ധിക്കണം. ഇത് ശ്രദ്ധിച്ചിട്ട് നമ്മുടെ ബാങ്ക് ലോണ് മറ്റു കാര്യങ്ങളൊക്കെ ബാങ്കുകാർക്കൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല. അവർക്ക് ഈ വരൾച്ചയുടെ വറുതിയിൽ നിന്ന് ഹൈറേഞ്ച് മേഖലയെ സംരക്ഷിക്കുവാൻ നമ്മെ ഭരിക്കുന്ന സർക്കാരുകൾ അടിയന്തരമായി ഇടപെട്ട് ഈ മേഖലയെ വരൾച്ച ബാധിത പ്രദേശമായി പ്രഖ്യാപിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. മണ്ണിനോട് മല്ലിട്ട് ജീവിക്കുന്ന കർഷകരുടെ ആശയും പ്രതീക്ഷയുമായ ഈ മണ്ണിനെ രക്ഷിക്കുവാൻ അധികൃതരുടെ കണ്ണുകൾ തുറക്കട്ടെ. സ്നേഹത്തോടെ കർഷക സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷോജി മാത്യു, അണക്കര. ഇത്
നമ്മുടെ എല്ലാ കർഷക സുഹൃത്തുക്കൾക്കുമായും പരമാവധി ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.